അത് ചെറുക്കൻ്റെ അച്ഛൻ നല്ലൊരു മാന്യമുള്ള മനുഷ്യനായിരുന്നു, എല്ലാവരുടെ സ്നേഹമുള്ള മനുഷ്യനായിരുന്നു. പക്ഷെ ഈ വീട്ടിനകത്ത് ഇത്രയും മരിക്കും അന്ന് 2 പ്രാവശ്യം ഇവിടെ വന്ന മനുഷ്യനാണ്. പക്ഷെ ഈ വീട്ടിനകത്ത് രണ്ടുപേരും ഭാര്യയും ഭർത്താവും ഞങ്ങളുടെ അടുത്ത് വളരെ സ്നേഹമായിട്ട് പെരുമാറുന്ന ആൾക്കാരും സമൂഹത്തിൽ അങ്ങനെയാണ്. പക്ഷെ ഈ ചെറുക്കൻ കാണുമ്പോൾ ആരടുത്തും സംസാരിക്കുകയില്ല, മിണ്ടുകയില്ല. പിന്നെ ചൈനയിൽ 2 വർഷം പഠനം പൂർത്തിയായില്ല. ചൈനയിൽ നിന്നിട്ട് ഈ കോവിഡ് സമയത്ത് അവൻ തിരിച്ചു വന്നപ്പോൾ ഇവൻ പിന്നെ പഠിക്കാനും പോകില്ല. സർട്ടിഫിക്കറ്റും എന്താ ഇവർ ക്യാഷ് അടച്ചിട്ട് കിട്ടിയില്ല എന്നാണ് പറയുന്നത്. പക്ഷെ എന്താ പറഞ്ഞ വട്ടത്ത് ഈ സംഭവം ഈ കൊച്ചിങ്ങനെയാണ്, ഇതിന്റെ ക്യാരക്ടർ 7 വർഷം കൊണ്ട് അവർ പേടിച്ച് ജീവിക്കുന്നെന്ന് പറഞ്ഞിട്ട് ആർക്കും പുറലോകം അറിയാനോ. ഞാൻ പോകുന്ന ചർച്ചിൽ അവരും വരുന്നത്. അപ്പൊ ആ ചർച്ചിലുള്ള പാസ്റ്റർ അടുത്തോ ആരടുത്തും ഇവർ പങ്കുവച്ചിട്ടില്ല. ഇതാണ് ഈ മരണത്തിന് കലാശിച്ചതെന്നാണ് ഞങ്ങളുടെ ഒരു നിയമം. പക്ഷെ ഇപ്പൊ നിലവിലെന്ന് പറഞ്ഞാൽ ഈ ഒരു സിസ്റ്ററുണ്ട് ഈ പയ്യന്. മൂത്ത ഒരു കൊച്ചുണ്ടായിരുന്നു, അത് ഹാർട്ട് പേഷ്യൻ്റായി മരിച്ചുപോയി. അതിനുശേഷമാണ് ഈ കുഞ്ഞ് ജനിക്കുന്നത്. പക്ഷെ ഈ സഹോദരിയെയും ഈ അമ്മയ്ക്കും ഇപ്പൊ സഹോദരിക്ക് ഒരു കൊച്ചുണ്ട്. ഹസ്ബൻഡ് BSFിലാണ് ജോലി ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ ഇവൻ തിരിച്ചു വന്നാൽ മരണം അടുത്ത് സംഭവിക്കുമെന്നാണ് വീട്ടുകാർ ഒരു നിലപാട്. അവർ അങ്ങനെ പേടിച്ച് ജീവിക്കുകയാണ്. പക്ഷെ ഇത്രയും ദുരൂഹത നിറഞ്ഞ സാഹചര്യത്തിൽ ആരെടുത്തും ഒരു ഷെയർ ചെയ്യാത്തതാണ് ഈ മരണത്തെ കലാശിച്ചെന്നാണ് ഞങ്ങളൊക്കെ അറിയുന്ന ഒരു നിയമനം. പിന്നെ നല്ലൊരു മനുഷ്യനായിരുന്നു. പിന്നെ എല്ലാവർക്കും ദുഃഖം തന്നെ. ഇങ്ങനെ 2 പ്രാവശ്യം അന്ന് എൻ്റെ വീട്ടിൽ വന്ന മനുഷ്യനാണ്. 2 പ്രാവശ്യം വന്നതാണ്. ഉച്ചയ്ക്ക് 3 മണിക്ക് വന്ന് പിന്നെ ഒരു 6 മണി സമയത്തിന് ഇവിടെ വന്നതാണ്. എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് വളരെ സ്നേഹമായിട്ട് പെരുമാറുന്ന ആൾക്കാർ വീട്ടിൽ ഇങ്ങനെ നടക്കുന്നെന്ന് ആരടുത്തും ഒരു ഷെയർ ചെയ്തില്ല. ചെയ്യുമ്പോൾ അതിനേറ്റപ്പടി നമ്മളും പറഞ്ഞു കൊടുക്കും, കൗൺസിലിംഗ് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ. ഇതിന് മുന്നേ ഈ പൈപ്പ് വീട്ടിനകത്ത് കിടന്ന് നമ്മള് വീട്ടിനകത്തുള്ള ടാപ്പെല്ലാം അടിച്ച് പൊട്ടിച്ച് വീട് മൊത്തം വെള്ളം നിറഞ്ഞായിരുന്നു. അന്ന് ഈ അണ്ണ എന്ത് ചെയ്ത് അവിടെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്തപ്പോൾ അവര് വന്ന് റിമാൻഡിൽ 1 ദിവസമെങ്കിലും മോനെ ആക്കണമെന്ന് പറഞ്ഞപ്പോൾ പോലീസുകാർ വലിയ സീരിയസ് ആയിട്ട് അവർ എടുത്തില്ല. ആ കൊച്ചിനെ ഒന്ന് പിടിച്ചുകൊണ്ട് ഒന്നും ചെയ്തുമില്ല അവര്. അപ്പൊ അന്നേ ഒരു പേടിപ്പെടുത്തി ചെയ്തിരുന്നേ കുറച്ച് പേടി വരുമായിരുന്നു. പിന്നെ വേറൊരു തെറ്റെന്ന് പറയും, ഇവൻ ചോദിക്കും പോലെ ക്യാഷ് അവർ കൊടുത്തുകൊണ്ടേയിരുന്നു. ഇപ്പൊ ഈ ചൈനയിൽ പോയി പഠനം പൂർത്തിയാകാതെ വന്ന് പിന്നെ ഇവര് ക്യാഷ് അടച്ചെന്നാണ് പറയുന്നത്. സർട്ടിഫിക്കറ്റ് ലഭിച്ചില്ല, ഏജൻസി വഴിയാണ് ക്യാഷ് അടച്ചെന്നാണ് ഇവരൊക്കെ പറയുന്നത്. പക്ഷെ ഇപ്പൊ ഇവൻ അഭിനയിക്കാൻ കൊച്ചിയിൽ പോയി അഭിനയ പഠനം വേണ്ടി ഇരുന്നിട്ടും ഇപ്പൊ ഇടയ്ക്ക് വന്ന് ഞങ്ങളടുത്തും ക്യാഷ് ചോദിച്ചു 50,000 ഉണ്ടോ. അപ്പൊ നമ്മളെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് കൊടുക്കാത്തത്. 50,000 ഉണ്ടോ, ഞാൻ പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് ഇപ്പൊ ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇതിന് അഭിനയിക്കാൻ പോയി കൊച്ചിയിൽ. അഭിനയിക്കാൻ പോയതിനു ശേഷമാണ് ഈ റൂമിനകത്ത് ആരെയും കയറ്റില്ല, പെങ്ങളെയും കയറ്റൂല, അമ്മയ്ക്കും പോകാൻ അനുവാദമില്ല, അച്ഛനും പോകാൻ അനുവാദമില്ല. പക്ഷെ എന്താ പറഞ്ഞ വട്ടത്ത് ഇത് കൊച്ചിയിൽ പോയിട്ട് അവിടെ പോയതിനു ശേഷമാണ് ഇവന്റെ ഈ സ്വഭാവത്തിന് വളരെ ഒരു മാറ്റം വന്നെന്നാണ് ഈ കൊച്ചിന്റെ അമ്മ പറയുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു മരണം സംഭവിക്കുന്ന ഈ നാട്ടുകാരെ മൊത്തം തെറ്റിച്ചിരിക്കുകയാണ്. ഒരിക്കലും ഒരു സ്വപ്നത്തിലെ പോലും ഞങ്ങൾ ആരും വിചാരിച്ചതല്ല ഈ മരണം ഇങ്ങനെ സംഭവിക്കുന്നതാണ്. പിന്നെ എന്ത് ചെയ്യാം, അവരൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് വീട്ടില്. കമ്പി, പിന്നെ ഈ ഒറേനിയ ഷീറ്റ്, പെയിന്റ്, സിമെന്റ്, അങ്ങനെയൊക്കെ ഒരു ബിസിനസ്സും ഈ അണ്ണൻ തുടങ്ങിയിട്ടുണ്ട് വീട്ടിൽ തന്നെ. കാർ പോർച്ചിന്റെ തൊട്ടായിട്ട് ഒരു ഷീറ്റ് ഇറക്കി അങ്ങനെ ഒരു സ്ഥാപനം അവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം മോന് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ, വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. പിന്നെ ഇതിന് മുന്നേ ഒരു സീക്രട്ട് എന്ന് പറയാം, ഇവൻ ആദ്യം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 2 ഇയർ ചേർത്തു. അപ്പൊ അവിടെ 2 ഇയർ ചേർത്ത് അവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ചൈനയിൽ ഒരു ഡോക്ടറിന് വേണ്ടി അണ്ണൻ കൊണ്ട് കൊച്ചിനെ ചേർക്കുന്നത്. മനസ്സിലാകുന്നുണ്ട്. അങ്ങനെയാണ് ഇങ്ങനെ ഈ കൊച്ചിൻ്റെത്. പിന്നെ ഇപ്പൊ നാട് മൊത്തം ഒരു നെട്ടലിരിക്കുക തന്നെ. എന്താ പറഞ്ഞോട്ടെ, പുറത്ത് ഇറങ്ങിയാൽ ഇപ്പൊ വീട്ടിലുള്ളവരെയും കൊല്ലും, നാട്ടിലുള്ളവരെയും കൊല്ലുമെന്നല്ല പേടിയായിരിക്കുന്നത്. കൊടുവാള് എന്തൊക്കെ റൂം തുറന്ന് പരിശോധിച്ചപ്പോ വാളുണ്ട്, പിന്നെ ഈ വവ്വാലിന്റെ ദൃശ്യമുള്ള എന്തോ കൊടുവാളുണ്ട്, പിന്നെ മണ്ണൊക്കെ ചേർത്ത് എന്തോ ബിംബങ്ങൾ ഉണ്ടാക്കി ബിംബങ്ങളെ തലയെ ഛേദിക്കുന്ന ഒരു ദൃശ്യം അതങ്ങനെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒത്തിരി പടങ്ങളൊക്കെ ആ റൂമിനകത്ത് ഉണ്ടെന്നാണ് ഇപ്പൊ ഈ പോലീസൊക്കെ പോയി പരിശോധിച്ചല്ല. അപ്പൊ അതില് കാണാനുള്ള ദൃശ്യങ്ങൾ എന്താ പറഞ്ഞിട്ടത്.
പഠിത്തം മെക്കാനിക്കൽ കഴിഞ്ഞിട്ട് മെക്കാനിക്കൽ 2 ഇയർ കഴിഞ്ഞില്ല, 4 ഇയർ ആണ് എഞ്ചിനീയറിംഗ്. ഇപ്പൊ 2 ഇയർ കഴിഞ്ഞപ്പോഴാണ് ഈ ഈ അണ്ണൻ ഈ മകനെ കൊണ്ട് ചൈനയിൽ ചേർക്കുന്നത്. അത് പുള്ളിക്കാരന്റെ സമ്മതത്തോടെ കൂടെയാണോ അതോ അവരെ ഇഷ്ടത്തിനാണോ ചെയ്തത്? പുള്ളിക്കാരന്റെ സമ്മതം ഇല്ലാതെ അവൻ എങ്ങനെയാണ് പഠിക്കാൻ പോണത്? അവൻ സമ്മതിച്ചായിരിക്കും. സമ്മതിക്കാതെ ഇപ്പൊ അവൻ പറയും എനിക്ക് ഈ കോഴ്സ് തന്നെ മതി, ഞാൻ ഇവിടെ പഠിക്കാന്ന് പറയുമ്പോ ഇവൻ തന്നെ പറഞ്ഞായിരിക്കും എന്നാണ് എന്റെ മനസ്സിൽ. ഇവൻ പറയാതെ എങ്ങനെയാണ് അവരങ്ങനെ കൊണ്ട് ചേർത്തത് പൈസ ബുദ്ധിമുട്ടൊക്കെ ഉള്ള സമയത്ത്? അപ്പം മകന്റെ ലൈഫ് നന്നായിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇവര് കൊണ്ട് അങ്ങ് ചേർക്കാൻ കാര്യം, അവൻ പഠിക്കട്ടെ എന്ന്. അപ്പൊ ഈ കൊറോണ കഴിഞ്ഞെന്താ എന്റെ അടുത്ത് പോവാന്ന് പറഞ്ഞാൽ പോവേയില്ല. അങ്ങനെ പിന്നെ എന്താ പറഞ്ഞ ഒട്ടത്ത് വന്നിട്ട് പിന്നെ ഇവര് ഇപ്പം ഏറ്റവും എന്ന് പറഞ്ഞാൽ ഇവർ ആരെടുത്തും ഷെയർ ചെയ്തില്ല ഈ കാര്യങ്ങളൊക്കെ. ഒന്നും വേണ്ടല്ലോ, ഈ റൂമിനകത്ത് കയറാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് കയറാൻ പറ്റാത്തതെന്ന് ഒരാളിൻ്റെ അവരെ ബന്ധുക്കളുടെ അടുത്ത് അറിയിക്കാനോ ഒരു പോലീസിൽ പരാതി കൊടുക്കാൻ ചെയ്തിരുന്നെങ്കിൽ മരണത്തിലുള്ള ഒരിക്കലും കലാശിക്കാൻ ചാൻസ് ഇല്ല എന്നാണ് എൻ്റെ ഇത്. ഞാൻ മാതൃകയായിട്ട ഒരു കുടുംബമായിരുന്നു, ആർക്കും ഒരു ശല്യമല്ല, വളരെ സ്നേഹത്തോട് അമ്മയും അച്ഛനുമാണ്, വളരെ സമാധാനം. സംസാരിക്കുന്ന പോലും അടുത്തവർക്ക് കേൾക്കത്തില്ല, അത്ര ഒരു സമാധാനമുള്ള ഒരു ഫാമിലിയായിരുന്നു. പിന്നെ ദൈവഭയമുള്ള ക്രിസ്ത്യൻസാണ് ഞങ്ങൾ, ദൈവഭയമുള്ള ഒരു ഫാമിലിയുമായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒന്ന് വരുമെന്ന് പറഞ്ഞ് ഞങ്ങൾ ആരും ചിന്തിച്ചില്ല. അങ്ങനെയാണ് ഇവിടത്തെ ഇത് എന്താ പറഞ്ഞ നമ്മളൊക്കെ എൻ്റെ അടുത്തൊക്കെ ആര് കണ്ടാലും ഉണ്ടല്ലോ മൂന്നിരിക്കും, ആരുടെ അടുത്ത് സംസാരിക്കത്തില്ല. അപ്പം എൻ്റെ അടുത്തൊന്നുമില്ല, നമ്മൾ അറിയുന്ന പയ്യനും അല്ല, പക്ഷെ ആരടുത്തും സംസാരിക്കത്തില്ല. ജിമ്മിൽ പോകും, ജിമ്മിൽ പോയാലും ജിമ്മിലുള്ളവരടുത്ത് ആരടുത്തും സംസാരിക്കത്തില്ല. ജിമ്മിൽ പോകും, ആ തിരിച്ചു വരും. ഈ മരിക്കുന്ന അന്ന് ജിമ്മിൽ പോയിട്ട് വന്നപ്പോഴാണ് ഈ മരണം ഇതിൽ സെറ്റിയിൽ കിടന്ന ഈ അണ്ണനെ വീഴ്ത്തിയത്. അങ്ങനെ ജീവന് വേണ്ടി പേടിച്ചവർ അടുക്കളയിൽ കൂടെ അവരെ ഭാര്യ എന്ന് പറഞ്ഞ് അടുക്കളയിൽ കൂടെ ഓടിക്കൊള്ളാം, കൊല്ലല്ലടാ എന്ന് വിളിച്ചിട്ട് പാടി. എന്നിട്ട് വെട്ടിയിട്ട് പിന്നെ മരിച്ചതിന് ശേഷമാണ് ഈ കഴുത്ത് അറുത്തതെന്നാണ് പറയുന്നത്.